ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടത് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇതാ നമ്മൾ എതിർക്കുന്ന സ്വലാത്ത്. ഇവർ ഓരോ സ്വലാത്ത് ഉണ്ടാക്കുക, മറ്റേ സ്വലാത്ത് മാത്രല്ല, പിന്നെ നമ്മൾ എതിർക്കുന്ന വേറൊന്നും കൂടി ഉണ്ട്, സ്വലാത്ത് വ്യവസായം. നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ധാരാളം സ്നേഹിച്ചവരാണ്, താബീങ്ങൾ സ്നേഹിച്ചവരാണ്, ഇമാമിങ്ങൾ സ്നേഹിച്ചവരാണ്. അവരൊക്കെയും സ്വലാത്ത് ചൊല്ലിയവരാണ്. പക്ഷേ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചില്ലിക്കാശ് അവർ സമ്പാദിച്ചിട്ടില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് വ്യവസായം. ഇന്നിപ്പോ മുതൽ മുടക്കില്ലാത്തൊരു വ്യവസായ. ജാറ വ്യവസായത്തിന് 4 വരി കല്ലും 4 ഒരു പട്ടിന്റെ തുണിയെങ്കിലും വേണം. ഇതിനിപ്പോ അതും ആവശ്യമില്ല. ഒരു മൈതാനം എന്തായാലും ഇത് കിട്ടിയാൽ മതി. ഈ മൈതാനം കിട്ടിയാൽ തന്നെ എന്തായി, നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ അവിടെയാണ് വഖഫ് ചെയ്തോളിന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും പടം വാങ്ങുക. ഓരോരുത്തരോട് പറയണേ നിങ്ങൾ നിൽക്കണ മൈതാനം, ആരാന്റെ മൈതാനത്ത് നിന്നിട്ട് പറയണേ നിങ്ങളെ നിൽക്കുന്ന സ്ഥലത്തിന് 313 ഉറുപ്പിയാണ്. ഓരോരുത്തരും നിൽക്കുന്ന 2 കാല് വെച്ച മണ്ണിന്. അപ്പൊ കുറയൂലല്ലോ 313 കിട്ടി. അങ്ങനെ എത്ര ഏക്കർ വാങ്ങിയവരൊക്കെ? ഇവരൊക്കെ വലിയ ബിരുദന്മാരാ. വെറുതെയാണോ ഇവരെ പറ്റിയിട്ട് മറ്റേ ഗ്രൂപ്പ് എഴുതി? ഏത് ഗ്രൂപ്പ്? രണ്ടൂട്ടരും കള്ളന്മാർ തന്നെയാണ്. അപ്പൊ മറ്റേ ഗ്രൂപ്പ് ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ അസൂയോട് മറ്റേ ഗ്രൂപ്പ് എഴുതിയത് ഇത് വനം കൊള്ളക്കാരൻ വീരപ്പനേക്കാൾ വലിയ കാട്ടുകള്ളന്മാരാണ്. ആരാ എഴുതിയത്? മറ്റേ ഈ ഭാഗം, മറ്റേ സ്വലാത്ത് തങ്ങളെ പറ്റി. നമ്മളാരും പറയുന്നതല്ല. അപ്പൊ എന്താണെന്നറിയോ, ഇവർക്ക് കിട്ടിയ ഓരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു പോകണോണ്ടുള്ള വിഷമാ. നമ്മൾ പറയാം നിങ്ങൾ 2 ഇതുകൊണ്ട് സമ്പാദിക്കുന്നേ. സ്വലാത്ത് കൊണ്ട് സമ്പാദിക്കുന്ന ഒരു പരിപാടിയുണ്ടോ സുഹൃത്തുക്കളെ? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ്. പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ ജനപ്രീതിയോ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടി സ്വലാത്ത് ചെല്ലിയ കൂലിണ്ടോ? ഏത് ഇബാദത്തിനും ആ കൂലില്ല. ഏത് ഇബാദത്തിന്റെയും അടിസ്ഥാനപരമായ നിയമം എന്താണ്? അത് റിയായിൽ നിന്ന് മുക്തമായിരിക്കണം. എന്താ റിയാ എന്ന് പറഞ്ഞാൽ? ലോകമാന്യം, ജനങ്ങളെ കാണിക്കണം എന്ന ഉദ്ദേശമുണ്ടാകരുത്. ഭൗതിക നേട്ടത്തിന് വേണ്ടി ആയിരിക്കരുത്. അങ്ങനെ ആയിരിക്കണം ഏത് വിവാദത്തും. അത് ആർക്കറിഞ്ഞുകൂടാത്തത്. പക്ഷേ നമ്മുടെ ചില വലിയ ശൈഖുമാർക്ക് അതറിയില്ലെന്ന് വന്നാലോ? ഒക്കെ നിങ്ങൾ സ്വലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു ലേഖനമാണിത്. ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ കേട്ടോളൂ. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താ അതിൽ പറയുന്നത്? സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, പരലോകം ഉദ്ദേശിച്ചില്ല, ഭൗതിക നേട്ടം മാത്രം ഉദ്ദേശിച്ച്. കോണമ്പാറത്തങ്ങള് അല്ലെങ്കിൽ മുട്ടിപ്പടി തങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെ സ്വലാത്തില്ല. എന്താ ഉദ്ദേശം? ഭൗതിക നേട്ടം മാത്രം ഉദ്ദേശം, പൈസ ഇങ്ങനെ കിട്ടണം. അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട്. ആരാ എഴുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര്. ഒപ്പരൊക്കെ സ്വലാത്ത് ചെല്ലുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവര് സ്വലാത്ത് ഭൗതിക നേട്ടത്തിന് ആൾക്കാരുടെ മൂപ്പര് നല്ല സ്വലാത്ത് തങ്ങളാ, സ്വലാത്ത് തങ്ങൾ എന്നാ പേരെന്നെ. അപ്പൊ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്. ആൾക്കാർക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പോയില്ലേ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം ഉദ്ദേശിക്കാത്ത ഏതാമലിനാ അള്ളാന്റെ അടുക്കൽ കൂലിള്ളത്? പടച്ചതമ്പുരാൻ പറഞ്ഞതല്ലേ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഏതാണ് സൂറത്ത്? സൂറത്തുൽ കഹ്ഫ്. കഹ്ഫിന്റെ അവസാന ഭാഗത്തുള്ളവരെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആഖിറത്തിൽ വെച്ച് നല്ല നിലക്ക് കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ അവൻ ചെയ്യേണ്ടത്? ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിനെ ഇബാദത്തെടുക്കുന്ന കാര്യത്തിൽ ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഏതാണ്ട് എല്ലാ മുഫസ്സിരീങ്ങളും മുന്നറിയിപ്പ് നൽകിയത് ഇവിടെ പറയുന്ന ശിർക്ക് കൊണ്ട് ഉദ്ദേശം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കെന്ന് പരിചയപ്പെടുത്തപ്പെട്ട അരിയാ, ലോകമാന്യത്തിന് വേണ്ടി ആളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ശിർക്കാന്ന് പറഞ്ഞ ആ സംഗതിയാണ്. അതിനുവേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിണ്ട് എന്ന് ശൈഖുന ഫത്വ കൊടുക്കുന്നത്. അപ്പൊ ഈ കോലത്തിലൊക്കെ ഇവര് സ്വലാത്തുകൾ കൊണ്ട് ഉപജീവനങ്ങളാണ് നടത്തുന്നത്. ഇതിനെ എതിർക്കുമ്പോഴാണ് ഇവരെന്ത് പറയുന്നത്? കണ്ടോ, മുജാഹിദിന് സ്വലാത്ത് അലർജി,
മുജാഹിദിന് സ്വലാത്ത് കണ്ടുകൂടാ, മുജാഹിദിന് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല. പിന്നെ ഇവരുടെ സ്വലാത്ത് നഗറിലേക്ക് കാര്യമായ ആൾക്കാർ ആരാ എത്തുന്നത്? ആണിനേക്കാൾ ആരാണ്? ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളാ കൂടുതൽ. പെണ്ണുങ്ങളുടെ കൂട്ടമായ ഒഴുക്കാണ്. കാന്തപുരത്തിന്റെ തന്നെ ഫത്വ എന്താണ്? സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിയാവുന്ന ഒരു ഇബാദത്തിനും പുറത്തു പോകാൻ പാടില്ല, ഹറാമാണ് എന്നുമാണ്. പെണ്ണുങ്ങൾക്ക് സ്വലാത്ത് വീട്ടിൽ വെച്ച് ചൊല്ലിക്കൂടെ? പാർത്തുപോയാൽ തന്നെ സ്വലാത്ത് വരുള്ളൂ, പാർത്തുപോയാൽ തന്നെ സ്വലാത്ത് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ പുറത്തു പോയത്? അപ്പൊ എന്താ, അവർ പെണ്ണുങ്ങൾ വന്നാൽ അവരെ കൂടുതൽ പറ്റിക്കാൻ പറ്റും. ഇതിങ്ങനെ സ്വർഗവും നരകൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞാല് പെണ്ണിന്റെ കാതിൽ വീഴും, അങ്ങനെ കയ്യുമ്മലത്തെ വള ഊരും, വിരലുമ്മലത്തെ മോതിര ഊരും. ഇതൊക്കെ കണ്ടിട്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൂടാ. പെണ്ണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ച് പെണ്ണ് പള്ളിയിലേക്ക് പോയിക്കൂടാ. അത് ഹറാം, ഹറാം, ഹറാം. കാരണം എന്താ? പെണ്ണ് പുറത്തിറങ്ങിയാൽ അന്യ ആണുങ്ങൾ കാണാനിട വരും, സ്പർശനത്തിന് സാധ്യതയുണ്ട്, ദർശനത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹറാമാണ്. ഇവിടേക്ക് പോകുമ്പോ അതൊന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അതിൽ തന്നെ ഒരു ചേരിതിരിവുണ്ട്. അവർ പറയുന്നത് പെണ്ണുങ്ങൾ എന്തായാലും അതിലേക്ക് പോകാൻ പാടില്ല. അവരെ പെണ്ണുങ്ങൾ സിയാറത്തിന് പോകാൻ പാടില്ല, ഈ നിനക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി സ്വലാത്ത് നഗറിലേക്ക് പോകാൻ പാടില്ല എന്ന് ഇവരുടെ തന്നെ തട്ടകത്തിൽപ്പെട്ട പണ്ഡിതന്മാര് ഫത്വ കൊടുത്തിട്ട് പോലും ഇപ്പോഴും നിർബാധം സ്ത്രീകൾ ഈ മുട്ടിപ്പടി തങ്ങളുടെ മുട്ടിപ്പടി സ്വലാത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഭൗതിക നേട്ടത്തിന് വേണ്ടി. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇങ്ങനെയുണ്ടോ ഒരു സ്വലാത്ത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രൂപത്തിലൊക്കെയുള്ള സ്വലാത്ത് കച്ചവടങ്ങൾ, സ്വലാത്ത് വ്യവസായങ്ങൾ, സ്വലാത്ത് ബിസിനസ്സുകളാണ് ഇവർ സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാരാളക്കണക്കിന് പോരിശയും പ്രത്യേകമൊക്കെ പറഞ്ഞിട്ട് ഇവർ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ഇവർ വേറൊരു പുണ്യം കൂടി പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നബി തങ്ങൾ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെന്നാണ്. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കും. എന്താ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് റസൂലുള്ളാഹിയുടെ കാവലുണ്ടാവും നമുക്ക്. നമ്മളെ അതിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നേരിന്റെ പാതയിലേക്ക് നബി നമ്മളെ കൺട്രോൾ ചെയ്യും, നബി നമ്മെ നിയന്ത്രിക്കും. അതിനുവേണ്ടിയാണ് സ്വലാത്ത് ചൊല്ലുന്നത് എന്ന വേറൊരു ലക്ഷ്യവും കൂടി അവർ എഴുതുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ലക്ഷ്യങ്ങളും അതിനുവേണ്ടി പല മാർഗങ്ങളും അതിനുവേണ്ടി പ്രത്യേകമായ രൂപങ്ങളും എണ്ണങ്ങളും വണ്ണങ്ങളും മഹത്വങ്ങളും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ സ്വലാത്ത് എന്ന പേരിൽ പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എതിർത്തത്. ഇതാണ് പാടില്ല, ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞത്. അപ്പോ പൊതുജനത്തെ കബളിപ്പിക്കാൻ വേണ്ടി അവർ എടുത്തിറക്കുന്ന ഒരു തുരുപ്പ് സീറ്റാണെന്ത്? ഇതാ ഇവർ സ്വലാത്തിനോട് ഇവർക്ക് വെറുപ്പാണ്, ഇവർക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ധാരണകൾ തിരുത്തണം. നാം എപ്പോഴും നമുക്ക് കഴിയുന്നത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. നമുക്കൊരു ചെലവില്ലാത്ത സംഗതിയാണത്. നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോഴും പല രൂപത്തിലുള്ള പല സമയങ്ങളും നമ്മൾ വെറുതെ തള്ളി നീക്കുമ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ്. എത്ര അധികരിപ്പിച്ചോ അത്രയും മഹത്വം. അതാണ്. അപ്പൊ അത് മൊത്തത്തിൽ ഇപ്പൊ റസൂലുള്ളാഹിയുടെ പേരിൽ നമസ്കാരത്തിലുള്ള സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ ഈ സമൂഹത്തിൽ ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുന്ന കക്ഷികളെ തിരിച്ചറിയുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാം നിർവഹിക്കുന്ന സ്വലാത്ത്, അതിന്റെ ശരിയായ രൂപം നമസ്കാരത്തിൽ നാം പഠിക്കുക, അത് അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. അതിലൂടെ നമുക്ക് എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകും. പടച്ചതമ്പുരാനിൽ നിന്നുള്ള ബർക്കത്തുകൾ വഴിഞ്ഞൊഴുകാൻ അത് കാരണമായി തീരും. നാളെ ആഖിറത്തിൽ നമുക്കതുകൊണ്ട് ഏറെ പ്രയോജനമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചര്യകളെ ശരിയായ നിലക്ക് അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അബദ്ധങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് നാം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തശഹുദ് അഥവാ തഹിയ്യാത്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് ഏതാനും ക്ലാസുകളിലൂടെ നമുക്ക് ഇനി വിശദീകരിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് തശഹുദ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മൽ യതഖയ്യർ മിനൽ മസ്അലതി മാ ശാഅ. പിന്നീട്
എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വിശ്വാസി തെരഞ്ഞെടുത്ത് അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ. സുമ്മലി യതഖയ്യറ മിന ദുആഇ അഅജബഹു ഇലൈഹി ഫയദഉ. ഏതാണ് തനിക്ക് ഏറ്റവും നന്നായി തോന്നുന്നതെങ്കിൽ അത് തെരഞ്ഞെടുത്തുകൊണ്ടവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിനോട് നമസ്കാരത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് അഭയം ചോദിക്കാൻ പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ തശഹദ അഹദുക്കും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ബുഖാരിയിലും മുസ്ലിമിലും ഈ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞത്, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദ് നിർവഹിച്ചു കൊണ്ടിരുന്നാൽ, അത് തീരുന്നതിന്റെ മുമ്പായി, നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പായി, ഫൽ യസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ, 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടവൻ അഭയം ചോദിച്ചു കൊള്ളട്ടെ. 4 കാര്യങ്ങളിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളട്ടെ, കാവലിനെ ചോദിച്ചു കൊള്ളട്ടെ. എന്നിട്ട് റസൂല് പറയുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. ഏതാണ് ആ 4 കാര്യങ്ങളിൽ? ഒന്നാമത്തത്, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബ്രി, ഖബർ ശിക്ഷയിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണത്തിൽ നിന്ന്. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയുടെ ആ വലിയ ശർറിൽ നിന്നും അഭയം ചോദിക്കുന്നു. എന്നിങ്ങനെ 4 കാര്യങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് നമസ്കാരത്തിന്റെ മുമ്പ്, നമസ്കാരത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് മനസ്സറിഞ്ഞുകൊണ്ട് നാം തേടേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരണാനന്തരം സ്വർഗം ലഭിക്കണം, നരകാഗ്നിയിൽ നിന്ന് മോചനം നേടണം എന്നത്. അത് ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഭൂമുഖത്തുണ്ടാവില്ല. മരണാനന്തര ജീവിതത്തിൽ നരകം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. പടച്ചതമ്പുരാനെ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നിരന്തരം വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ, വഖിനാ അദാബന്നാർ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ 4 കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ആദ്യമായി നരകമോചനത്തെ അഥവാ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാൻ കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെയും ആത്യന്തികമായ ലക്ഷ്യം നരകമോചനമാണ്. നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിലേക്ക് കടക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഇത് മനസ്സിൽ തട്ടി നമസ്കാരത്തിൽ നാം പറയേണ്ടതുണ്ട്. അത് പറയണമെങ്കിൽ നരകത്തിന്റെ ഭീകരതകൾ എന്താണ്, നരകം, അത് സംബന്ധമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. എങ്കിലേ നമ്മുടെ ആ ചോദ്യം, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന ചോദ്യം മനസ്സിൽ തട്ടുന്ന നിലക്ക്, അർത്ഥവത്തായ നിലക്കത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ എത്രയോ തവണ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം എന്നൊക്കെ ചോദിക്കുന്നവരാണ്.
പക്ഷെ എത്രമാത്രം അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്, എത്രമാത്രം അത് ചോദിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളും തമ്മിൽ ബന്ധപ്പെടാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ വിഷയത്തിൽ ജഹന്നമിനെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം പ്രത്യേകം മനസ്സിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പണ്ഡിതന്മാർ നരകത്തെ സംബന്ധമായി വിശദീകരിച്ച കൂട്ടത്തിൽ പല കാര്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിച്ചിരിക്കേണ്ടുന്ന അഖീദകളായി തന്നെ എന്താണ് നരകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അത് സംബന്ധമായി മുസ്ലിമീങ്ങൾ മുൻകൂറായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചർച്ചയാണ് നരകം ഇപ്പോഴും ഉണ്ടോ ഇല്ലേ എന്നതാണ്. നരകം, അതുപോലെ തന്നെ നരകവും സ്വർഗമൊക്കെ അല്ലാഹു മുമ്പേ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ? ഇപ്പോഴും നരകവും സ്വർഗവും ഒക്കെ ഉണ്ടോ? അതോ അന്നത്തേക്ക് മാത്രം ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമാണോ അത്? ഇത് പണ്ഡിത ലോകത്ത് ചർച്ച നടക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഉഇദ്ദത്തിൽ ലിൽ കാഫിരീൻ, നരകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ ബഖറ 24-ാമത്തെ ആയത്തിൽ കാണാം, ഉഇദ്ദത്തിൽ ലിൽ കാഫിരീൻ. ഉഇദ്ദത്ത്, അത് ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക് വേണ്ടി, സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടത് തന്നെയാണ് നരകം. അപ്പൊ നരകം ഇപ്പോഴും ഉണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകൻ ഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്ന അവസരത്തെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയിൽ അതുപോലെ തന്നെ മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സൂര്യന് ഗ്രഹണം ബാധിച്ച അവസരത്തിൽ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിന്റെ അവസരത്തിൽ സഹാബത്ത് ചില കാഴ്ചകൾ കാണുന്നു. എന്താണ്? അള്ളാഹുവിന്റെ റസൂല്, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന റസൂല് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നബി അങ്ങോട്ട് 2 അടി പിന്നോട്ട് വെക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, എന്തേ നബിയെ പതിവില്ലാതെ പ്രവാചകൻ സാധാരണ നിസ്കരിക്കാൻ നിന്നാൽ അനക്കമില്ലാതെ കൃത്യമായി ഒതുക്കത്തോടുകൂടി നിൽക്കുന്ന റസൂലുള്ളാഹ് ഒരിക്കലതാ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുമ്പോ, സ്വഹാബത്തിന് ഇമാമായി കൊണ്ട് റസൂലുള്ള ഗ്രഹണം നിസ്കരിക്കുമ്പോ അതാ നിസ്കരിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുന്നു. മുന്നോട്ടായിരുന്നു എന്തോ വലിക്കുന്നത് പോലെ. കുറച്ചു കഴിഞ്ഞിട്ട് ആ റസൂലുള്ള പിറകോട്ടും നീങ്ങുന്നു. ഈ കാഴ്ച കണ്ടപ്പോ സ്വഹാബത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഓ നബിയേ, റഅയ്നാക തനാവൽത ശൈഅൻ ഫീ മഖാമിക സുമ്മ റഅയ്നാക തകഅത. നബിയേ, എന്താണ് നിങ്ങളാ നിന്ന നിൽപ്പിൽ നിന്ന് എന്തോ നിങ്ങൾ എടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ കണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പിറകോട്ട് നീങ്ങുന്നതും കണ്ടല്ലോ. അപ്പൊ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇന്നി റഅയ്തുൽ ജന്നത വതനാവൽതു ഉൻഖൂദാ. ഞാൻ സ്വർഗം കണ്ടു, സ്വർഗം ഞാൻ കാണുകയുണ്ടായി. വതനാവൽതു ഉൻഖൂദൻ, ഞാൻ അതിൽ നിന്നൊരു പഴക്കുല അങ്ങ് പറിക്കുകയും ചെയ്തു. വലൗ വസബതുഹു ലഅകൽതും മിൻഹു മാ ബഖിയത്തിദ് ദുനിയാ. അതിൽ നിന്ന് എനിക്കത് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കും അതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു. ദുന്യാവ് അവശേഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കതിൽ നിന്ന് തിന്നാമായിരുന്നു. അതേപോലെ തന്നെ വറഅയ്തുന്നാറ. അപ്പൊ നബി മുന്നോട്ടാഞ്ഞതിന്റെ വിവരണമാണ് പ്രവാചകനാ നൽകിയത്. പഴക്കുല പറിച്ചതാണ്. വറഅയ്തുന്നാറ, പിന്നെ എന്തിനാ നബി പിറകോട്ട് മാറിയത്? വറഅയ്തുന്നാറ, നരകവും ഞാൻ കാണുകയുണ്ടായി. ഫലം അറ മൻദറൻ കൽ യൗമി ഖത്തു അഫ്ളൽ. ഇതുപോലെ ഭീതിജനകമായ പ്രയാസകരമായ ഒരു രംഗം ഇന്നുവരെ, ഒരു കാഴ്ച ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. വറഅയ്തു അക്സറ അഹ്ലിഹാ, ആ നരകാഗ്നിയിലെ ഭൂരിപക്ഷം ആളുകളെയും ഞാൻ കണ്ടത് അന്നിസാ, സ്ത്രീകളാണ്. സ്ത്രീകളെയാണ് അധികവും അതിൽ കാണപ്പെട്ടത്. സഹാബത്ത് ചോദിച്ചു, ബിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അതിൽ സ്ത്രീകൾ അമിതമായത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബി കുഫ്രിഹിന്ന, അവരുടെ നിഷേധം കൊണ്ട്, അവരുടെ നിഷേധ സ്വഭാവം കൊണ്ടാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യക്ഫുർന ബില്ലാഹി, അവര് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതല്ല, യക്ഫുർനൽ അശീറ, കുടുംബ ബന്ധങ്ങളെ അവര് നിഷേധിക്കുന്നവരാണ്.
വയക്ഫുർനൽ ഇഹ്സാൻ, നന്മ ചെയ്താൽ അതിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടിന്റെ നിഷേധത്തിന്റെ വർത്തമാനം പറയുന്നവരാണ്. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ കുല്ലഹു, നിങ്ങളിൽ ഒരുവൻ അവളിൽ ഏതെങ്കിലും ഒരാൾക്ക് അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുത്താൽ, കാലഘട്ടം മുഴുവൻ ധാരാളം കാലം നിങ്ങൾ ഒരു സ്ത്രീക്ക് നന്മ ചെയ്തു കൊടുത്താൽ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്മ ചെയ്തു കൊടുത്താൽ, സുമ്മ റഅത് മിൻക ശൈആ, പിന്നീട് ആ പെണ്ണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഖാലത്ത്, അവര് പറയും, മാ റഅയ്തു ഖൈറൻ ഖത്തു, ഞാൻ നിങ്ങളോട് കൂടെ എത്തിയതിന്റെ ശേഷം ഒരു ഖൈറും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുമായി പൊറുക്കാൻ തുടങ്ങിയതിന്റെ ശേഷം, നിങ്ങളുമായി ജീവിതത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷം ഒരു സ്വൈരമോ സുഖമോ ഒരു ഖൈറോ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നന്ദികേടിന്റെ വാചകമായി പറയുന്ന അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് കൂടുതലായി നരകാഗ്നിയിൽ ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അതല്ല ഇത് വിഷയം. ഞാൻ ഉദ്ദേശിച്ച വിഷയം, അല്ലാഹുവിന്റെ റസൂലത സ്കാരത്തിൽ തന്നെ സ്വർഗം കണ്ടു, നരകം കണ്ടു. മുമ്പേ സൃഷ്ടിക്കപ്പെട്ടൊരു സംഗതിയാണ് നരകവും സ്വർഗവും എന്നാ പറയുന്നത്. ഖിയാമത്ത് നാളിൽ പിന്നെ പ്രത്യേകമായി ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി അന്ന് ഏർപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ സംരംഭമല്ല, സംവിധാനമല്ല, മുമ്പേ ഏർപ്പെടുത്തപ്പെട്ടതാണ്. സ്വർഗത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ നരകത്തെക്കുറിച്ചും പറയുന്നത് ഉഇദ്ദത്തുൽ കാഫിരീൻ, കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി, നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസിൽ കാണാം, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും ഒക്കെ കാണുകയുണ്ടായി. മിഅ്റാജിന് പോയ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു എന്ന് സ്വഹീഹായ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണിത്. എന്നും ഇത് നിലനിൽക്കുമോ ഇല്ലേ എന്നതാണ് അടുത്ത ചർച്ച. അതോ കുറച്ചു കാലം കഴിഞ്ഞാൽ സ്വർഗവും നരകമൊക്കെ നശിക്കോ? ഇല്ല, എന്നെന്നും ബാക്കിയാകുന്ന അവസ്ഥയാണ് സ്വർഗത്തിനുമുള്ളത് നരകത്തിനുമുള്ളത്. നമ്മുടെ അഖീദ അതാണ്. പരിശുദ്ധ ഖുർആൻ 3 സ്ഥലത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നരകത്തെക്കുറിച്ച്, ജഹന്നമിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഇന്നല്ലദീന കഫറൂ വളലമൂ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും തരീഖാ ഇല്ലാ തരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. സൂറത്തുൻ നിസായിലെ 168, 169 വചനങ്ങൾ ഇതാ അവിടെ വിശദീകരിക്കുന്നത്. നിശ്ചയമായും നിഷേധികൾ, കാഫിറുകൾ, അതുപോലെ തന്നെ വലമു, അന്യായം പ്രവർത്തിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവർ, ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതേ അല്ല, വലാ ലിയഹ്ദിയഹും തരീഖാ, ഒരു മാർഗത്തിലേക്കും അവരെ നയിക്കുന്നതുമല്ല, ഇല്ലാ തരീഖ ജഹന്നം, ജഹന്നമിന്റെ വഴിയിലേക്കല്ലാതെ. ആ ജഹന്നമിന്റെ പ്രത്യേകത, ആ ജഹന്നമിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാലിദീന ഫീഹാ അബദാ, അതിലവർ നിത്യവാസികളായിരിക്കും, എന്നെന്നും അവർ അതിൽ ശാശ്വതവാസികളാണ്. ഇനി സൂറത്തുൽ അഹ്സാബിലും അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ ഖാലിദീന ഫീഹാ അബദാ. എന്റെ ആശയം തന്നെയാണ്. കാഫിറുകളായ ആളുകൾ, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് അല്ലാഹു സഈർ അഥവാ കത്തിയാളുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നു, അതിലവർ നിത്യവാസികളായിരിക്കും. സൂറത്തുൽ ജിന്നിലെ 23-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ധിക്കാരികൾ, നിഷേധികൾ, അവർക്ക് ഫഇന്ന ലഹു നാറ ജഹന്നമ, അവർക്ക് ജഹന്നമിന്റെ തീയാണുള്ളത്. ഖാലിദീന ഫീഹാ അബദാ, അതിലവർ നിത്യവാസികളായിരിക്കും. അവ എന്നോ പടക്കപ്പെട്ട് കഴിഞ്ഞതാണ് സ്വർഗവും നരകവും. അതൊരു കാലത്തും നശിക്കാതെ ഇനി നിലനിൽക്കുകയും ചെയ്യും. രക്ഷ കിട്ടേണ്ട വിശ്വാസികൾക്ക് രക്ഷയായും, ശിക്ഷ കിട്ടാൻ വിധിക്കപ്പെട്ട നിഷേധികൾക്ക് എന്നും ശാശ്വതമായ നിഷേധത്തിന് അല്ലെങ്കിൽ എന്നും ശാശ്വതമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പാപികൾക്ക് വേണ്ടി അതൊന്നും നിലനിൽക്കും നരകവും എന്ന് അല്ലാഹു നമുക്ക് ഇതിലൂടെ, ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
കാരണം ഒരു കാഫിറായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുഷ്കാലം മുഴുവൻ അവൻ അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ധിക്കാരത്തിലും അവന്റെ പ്രവാചകന്മാരുടെ കൽപ്പനകളെ നിഷേധിക്കുന്നതിലൂടെയും ഈ ഇസ്ലാമികമായ എല്ലാ സത്യത്തെയും നിരാകരിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവന്റെ ആയുഷ്കാലം മുഴുവൻ അവൻ അങ്ങനെ തന്നെ ജീവിക്കുമ്പോൾ എന്തായിരുന്നാലും അതിലുള്ള കടുത്ത ശിക്ഷ അവന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും നിലച്ചു പോകാത്ത ശാശ്വതമായ ശിക്ഷ അത് നൽകപ്പെടാനുള്ള ഇടമായ നരകം അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ നരകവും സ്വർഗമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നരകം എവിടെയാണ് സൃഷ്ടിക്കപ്പെട്ട് വെച്ചിട്ടുള്ളത്? ഏതാണ്ട് പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ചില സൂചനകളിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയുടെ ഏതോ ഒരു കോണിലാണ്, ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്താണ്. നമുക്കറിഞ്ഞുകൂടാ ഭൂമിയുടെ ഏത് ആഴങ്ങളിലാണ് അത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എന്തായാലും ശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, എന്നാൽ ചില സൂചനകൾ നമുക്ക് നൽകുന്നത് ലോകത്തല്ല. കാരണം കാഫിറുകളായ ആളുകളുടേതായ കാര്യം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല. വലാ യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതുമല്ല. ഹത്താ യലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കുന്നതുവരെ. ഫീ സമ്മിൽ ഖിയാത്തി, സൂചിക്കുഴയിലൂടെ. അപ്പോ നിഷേധികളായ ആളുകളുടെ ആത്മാക്കൾ അത് കൃത്യമായി പാരത്രികമായ ലോകത്ത് അതല്ലെങ്കിൽ ഉന്നതമായ ഒരു സ്ഥിതിയിലല്ല, അത് സിജ്ജീനിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മുത്തഫിഫീനിൽ നമുക്ക് കാണാം, അല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ഫുജ്ജാറുകളുടെ, തെമ്മാടികളുടെ അവരുടേതായ രേഖ അത് സിജ്ജീനിൽ തന്നെയാകുന്നു. വമാ അദ്റാക മാ സിജ്ജീൻ എന്നൊക്കെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളിൽ ഭൂമിയുടേതോ അടിത്തട്ടിലായിരിക്കാം എന്ന അഭിപ്രായം പണ്ഡിത ലോകത്ത് പലരും പറഞ്ഞു വന്നതല്ലാതെ എവിടെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധ്യമല്ല. എന്തായിരുന്നാലും നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ഊഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത അദൃശ്യമായ തികച്ചും ഗൈബിയായ ഒരു കാര്യമാണ് അല്ലാഹു അറിയിച്ചു തന്നത്. വിശ്വസിക്കുക, അതിലപ്പുറമുള്ളത് അല്ലാഹു അഅലം എന്ന് പറഞ്ഞ് നിലനിർത്തുക. അതാണ് ഒരു വിശ്വാസി ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാട്. ഇനി ഈ നരകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അതിന് വിവിധ പേരുകൾ പറഞ്ഞു കാണാം. ഇപ്പോ ആദ്യം നമ്മൾ ജഹന്നം എന്നതാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ അൽ ജഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഈർ നേരത്തെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ. സഈർ എന്ന നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ലളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലാ ഇന്നഹാ ലളാ, ലളാ കത്തിയാളുന്ന നരകം. ലളാ നരകത്തിന്റെ ഒരു സ്വഭാവമായി. അതുപോലെ തന്നെ അൽ ഹുതമ, പൊടിച്ച് തവിട് പൊടിയാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഹാവിയ, ഇതൊക്കെ നരകത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകളാണ്. നരകശിക്ഷയിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ഇതിന്റെ ശിക്ഷകൾ നടക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ നിലവാരത്തിലുള്ള ശിക്ഷകളല്ല. പാപികളുടെ പാപത്തിന്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ശിക്ഷയാണ്, അദാബുകളാണ് നരകത്തിയിൽ നടക്കുന്നത്. അതിന് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. അതൊക്കെ അവൻ സംവിധാനിച്ചിരിക്കുകയാണ്. ഈ ഇത്തരം ഏറ്റവും മാരകമായ ബീഭത്സമായ ഭീകരമായ നരകശിക്ഷയിൽ നിന്ന് നാം അല്ലാഹുവിനോട് അഭയം ചോദിക്കുമ്പോൾ രണ്ട് ആശയങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. നരകശിക്ഷയിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് പറയുമ്പോ ഒന്നാമതായി കടന്നു വരുന്നത് നരകശിക്ഷയിലേക്ക് എത്തിക്കുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ആ ആശയം അതിലുണ്ട്. നരകശിക്ഷയിലേക്ക്, എന്നെ നരകത്തിലേക്ക് മരണാനന്തരം എടുത്തെറിയപ്പെടാൻ സാധ്യതയുള്ള ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങളിൽ നിന്നൊക്കെ നീ എന്നെ കാക്കണേ, നീ എന്നെ അകറ്റണേ എന്നൊരാശയം. രണ്ടാമതായി വരുന്നത്
ആ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, മനുഷ്യരല്ലേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പടച്ചോനെ പൊറുക്കണം, ആ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഇങ്ങനെ നരകശിക്ഷയ്ക്ക് ഹേതുവാകുന്ന പാപങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണേ എന്നും നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്നും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം എന്ന് അല്ലാഹുവിനോട് നമ്മൾ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പേ ചോദിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി നരകത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരുപാട് വചനങ്ങളുണ്ട്. നരകാഗ്നിയുടെ കാവൽക്കാരായി നിശ്ചയിച്ചത് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് കരുണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളെയാണ്. കാരണം നരകത്തിൻ്റെതായ കാര്യങ്ങൾ അവിടെ പാറാവുകാരായി നിശ്ചയിക്കും.